എല്ലാവരും ഭക്ഷണം കഴിച്ചോ? അത്താഴം കഴിച്ചോ? ഞങ്ങൾക്ക് ചിക്കൻ കറി, അപ്പമാണ്, കള്ളപ്പം, കള്ള് ചേർത്തുണ്ടാക്കിയ കള്ളപ്പം. അത് നമ്മൾ കഴിക്കുമ്പോൾ ഇല്ലേ, കള്ള് ചേർത്തുണ്ടാക്കണ കള്ളപ്പത്തിന് ഒരു പ്രത്യേക സ്മെല്ലാണ്. വെളുത്തുള്ളിയും ജീരകവും കള്ളും ഒക്കെ കൂടെ കൂട്ടി ചേർത്തൊക്കെ നമ്മൾ അരി അരച്ച് കുറുക്കൊക്കെ ചേർക്കും, അല്ലെങ്കിൽ ചോറരച്ച് ചേർക്കും. അത് നല്ലൊരു മണമാണ്, നല്ലൊരു രുചിയും കൂടിയാണ് കള്ള് ചേർത്തുണ്ടാകുമ്പോൾ. ഇപ്പം എന്താ തെങ്ങുകളിലും ഇല്ലേ, തെങ്ങുകളിലുണ്ട്, പനങ്കള്ളുണ്ട്. പനങ്കള്ളിന് നല്ല മധുരമാണ്. ഇത് രസമാണ്. പനങ്കള്ള് നല്ല മധുരത്തോടു കൂടി കഴിക്കാൻ നല്ല രസമാണ്. ചെത്തിയിറക്കണ സമയത്ത് കഴിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ കയ്പ്പ് വന്നാൽ പിന്നെ കഴിക്കാൻ ഒരു രസമില്ല. ഇത് രാവിലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല രസമുണ്ട്. ഞാനിത് പറയാൻ കാരണം എൻ്റെ വീട്ടിൽ പനയുണ്ടായിരുന്നേ. അപ്പോൾ ആ പനങ്ങളിൽ ചെത്തി ഇറക്കി ഇങ്ങനെ ഞങ്ങൾ പാട്ടത്തിന് കൊടുക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അവർ ഞങ്ങൾക്ക് കള്ള തന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ കൂലിയൊന്നും വാങ്ങിയായിരുന്നില്ല. ഞങ്ങളത് ചൊറുക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഫാദർ അത് കഴിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ ഇച്ചിരി തരുവേ. അപ്പോൾ അതിന് തേൻ പോലെ മധുരമാണ് ആ കള്ളിന്. ചിരിക്കണെന്താന്ന് വെച്ചാൽ കുറേ ആൾക്കാർ കളവിന് വന്നായിരുന്നു. പലരും കട്ടുകൊണ്ടുപോയി കഴിച്ചായിരുന്നു. ഞങ്ങൾ ആരാന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അത്രയ്ക്ക്. അപ്പം ഞങ്ങൾ അതിന് താഴെ കൊണ്ടുവന്ന് പാത്രം വയ്ക്കും. അപ്പം അത് ഇറ്റിറ്റിറ്റിറ്റ് വീഴുന്നത് ഞങ്ങൾ പിള്ളേരൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു. അതൊരു ഓർമ്മ. ഇപ്പം ഞങ്ങളുടെ ഇതേ കാര്യം പറയട്ടെ കേട്ടോ. ഞാൻ ചിക്കൻ കറി, പാൽക്കറിയാണ്. മപ്പാസ് എന്നും ഇതിന് പറയില്ല ഏട്ടാ. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അപ്പമാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. തക്കാളി ഉരുളക്കിഴങ്ങോട്ട് വെക്കണ ഞങ്ങളുടെ നാട്ടിലെ ഒരു കറിയാണത്. ആ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. ചോറുണ്ണാനും നല്ലതാണ്. പിന്നെ നമ്മുടെ അപ്പത്തിനും ചപ്പാത്തിക്കും ചക്കപ്പുഴുക്കിനും ഒക്കെ ഇത്തിരി നല്ല പറ്റിയൊരു കറിയാണ് ഈ ചിക്കൻ പാൽക്കറി. എല്ലാവരും അത്താഴം കഴിച്ചോ?